ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ പ്ലാന്റുകളും അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റുകൾ ഓൺലൈൻ കുറച്ച് ചെറുതായിട്ട് തുടങ്ങുവാണ്. അന്നേരം ഇന്നിവിടെ ഓൺലൈനിൽ തുടങ്ങാൻ പോകുന്ന കുറച്ച് പ്ലാന്റുകൾ നമുക്കൊന്ന് കാണാം. അതേപോലെ തന്നെ കുറേ ആൾക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം മാത്രമല്ല, നമുക്കിതിനകത്ത് വാട്സപ്പിനകത്താണ് സാധാരണ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അന്നേരം അത് കാണുന്ന മുറയ്ക്ക് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അതിന് പ്രത്യേകം സ്റ്റാഫ് പയ്യന്മാരുണ്ട്, അനിയന്മാരുണ്ട്, സ്റ്റാഫെന്നല്ല അനിയന്മാരുണ്ട്. അന്നേരം അവർ റിപ്ലൈ ചെയ്യും. അന്നേരം കാണുന്ന വശം രാവിലെ ഓഫീസ് ടൈമിലൊക്കെ ആയിരിക്കും കൂടുതലും മെസ്സേജ് ഇടുന്നത്. കാണുന്ന വശം റിപ്ലൈ തരുന്നതായിരിക്കും. അന്നേരം എല്ലാവരുടെയും എന്താ പറയുക, അനുഗ്രഹം വേണം. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൺലൈൻ ചെയ്തതിനകത്ത് ആദ്യമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ കാസ്കേഡാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോൾഡൻ കാസ്കേഡിൻ്റെ പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ, എവർ ലാസ്റ്റിംഗ് ഫ്ലവർ എന്നൊരു പേര് കൂടിയുണ്ട്. ഇത് പൂക്കൾ വന്നതിന് ശേഷം ഇലയായി അങ്ങ് മാറും. ഈ പച്ച കളറിൽ കാണുന്നില്ല, അതിൻ്റെ പൂക്കൾ വന്ന് ഇലയായി മാറിയതാണ്. അതേപോലെ തന്നെ ഇത് ബ്രൈഡൽ ബൊക്കെയാണ്. ബ്രൈഡൽ ബൊക്കയുടെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഏതൊരു മലയാളിക്കും അറിയാൻ പറ്റുന്നതാണ്. ഇതിന് ഈ ഇലയ്ക്കൊക്കെ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. നിറച്ച് പൂത്ത് കിടക്കും. നല്ലൊരു ഗ്രില്ലിലും ടെറസിലും ട്രെല്ലിലുമൊക്കെ നമുക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ ഗ്രില്ലിനകത്തൊക്കെ സെറ്റ് ചെയ്തിടാൻ പറ്റുന്ന നല്ല ഒരു പൂച്ചെടിയാണ്. ഈ നല്ല നിറച്ച് പൂത്ത് കിടക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ബ്രൈഡൽ ബൊക്കെ. ഈ ബ്രൈഡൽ ബൊക്കെ എങ്ങനെയാണ് പൂക്കുന്നതെന്ന് നമ്മളെ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരും, കമൻറ്റിലൊക്കെ അറിയിക്കും. അതേപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലവ് അക്കേഷ്യ എന്ന് പറയുന്ന പ്ലാന്റാണ്. അല്ലെങ്കിൽ ഇതിന് സോർബസ് വാലിച്ചി എന്നൊരു പേര് കൂടി അതിന് അറിയപ്പെടും. അന്നേരം ഇത് നല്ല ഭംഗിയായിട്ട് സെമി ഷെയ്ഡ് ഏരിയയിലും അത്യാവശ്യം ചെറിയ വെയിൽ കിട്ടുന്ന ഭാഗത്തും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സെമി ഷെയ്ഡ് പ്ലാന്റ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഒരു ബെഡാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടിലാണ്. അതിൻ്റെ ചെറിയ തൈകളാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ 7 days റോസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. 7 day റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കുന്ന റോസിനുമാണ്. അത് നമ്മളിപ്പം കഴിഞ്ഞ ലോഡിൽ കുറേ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അതിന് ശേഷമായിട്ട് കൊണ്ടുവന്ന ഒരു 500 പ്ലാന്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അതും കൂടെ നമുക്കിതിനകത്ത് കാണിക്കുന്നതാണ്. കുറേ ആളുകൾ ആശ്രാമം മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വന്ന് വാങ്ങിയായിരുന്നു. അതേപോലെ തന്നെ ഇത് പെട്രിയ ക്രീപ്പർ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റാണ്. സാൻഡ് പേപ്പർ വൈൻ്റെ നല്ല ചെറിയ പ്ലാന്റുകൾ, ചെറിയ കവറിനകത്തുള്ള അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല ടോപ്പ് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്ന പ്ലാന്റ്, അതായത് പുതിയ ഷൂട്ട് വരാൻ വേണ്ടി ടോപ്പ് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന പ്ലാന്റ് നമുക്കിതിനകത്ത് അയച്ചു തരാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അല്ലെങ്കിൽ ഗ്രില്ലിനകത്തൊക്കെ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലോട്ടൊക്കെ പടത്തി വിട്ട് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ നിറച്ച് നല്ല നീല കളറിലും നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ കാണുന്ന പെട്രിയ പ്ലാന്റ് അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ പ്ലാന്റ്. അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡൽ ബൊക്കയുടെ ഒരു ഫോട്ടോ തന്നെയാണ്. അതേപോലെ തന്നെ മണിമുല്ലയുടെ ചെറിയ തൈയും കൂടെ നമുക്ക് കുറച്ച് ആളുകൾക്ക് തരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നാഗമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന വിനോദ് കോവൂരിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അന്നേരം കുറച്ച് ആളുകൾക്ക്, ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ, മണിമുല്ലയുടെ തൈ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ സാധിക്കും. അതേപോലെ തന്നെ കാറ്റ്സ് ക്ലോവിൻ്റെ കുറച്ച് പ്ലാന്റ് ആയിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, കുറച്ച് പ്ലാന്റുകളായിട്ടുണ്ട്. കാറ്റ്സ് ക്ലോ ക്രീപ്പറിൻ്റെ തൈയും അതേപോലെ തന്നെ ആരെങ്കിലും 1-2 പ്ലാന്റൊക്കെ വീതം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും. അതിൻ്റെ തൈകളും കൂടെ ഇപ്പം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഇപ്പം വലിയ കെയറൊന്നും ഇല്ലാതെ തന്നെ നല്ല വൃത്തിയാവണം നിൽക്കുന്ന പ്ലാന്റാണ്. ചാണകവെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് നിൽക്കും. അതേപോലെ തന്നെ ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോയും ഒരുപാട് പേരുടെ ഒരു ആവേശം എന്ന് നമുക്ക് തന്നെ പറയാം. ആവേശം പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വിലയായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ചെറിയ തൈകൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം ആയിട്ടുണ്ട്. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും. ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എല്ലാം ആ വാട്സപ്പിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ അതാണ്ട് ഇത് നമ്മളൊരു മദർ പ്ലാന്റ് നിൽക്കുന്നതാണ്. അത് നിറച്ച് പൂക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഇത്രയും മഴ, ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു. എന്നിട്ട് പോലും നല്ല പോലെ ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട്. ഇതിപ്പം ഫോണിൽ കാണുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു പോരായ്മകൾ കാണും. കാര്യം നേരെ കാണുന്ന കണക്ക് വരത്തില്ലല്ലോ ഒരിക്കലും. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. അതേപോലെ തന്നെ നല്ല പ്ലാന്റും നല്ല കളർഫുള്ളാണ് സാധനം കാണാനായിട്ട്. 3 കളർ എന്ന് പറഞ്ഞാൽ 2 കളർ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചെറിയ ഒരു വേരിയേഷനേ ഉള്ളൂ മറ്റേ കളറിൽ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വള്ളി റോസിൻ്റെ ചുവപ്പും വെള്ളയും അത് കുറച്ചായിട്ടുണ്ട്. അതും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് അയച്ചു തരാൻ സാധിക്കും.
നല്ല നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെ ഇപ്പം വരുന്നത്. അതേപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ് കുറച്ച് തൈകളായിട്ടുണ്ട്. നല്ല നല്ല വെറൈറ്റി ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ പൂക്കാത്തതുകൊണ്ട് നിറച്ച് പൂക്കുന്നതുകൊണ്ട്. എന്നാൽ പൂക്കുന്ന നല്ല വലിയൊരു പ്ലാന്റിനെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടാണ് കിളിപ്പിച്ചേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മദർ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുമാത്രം പൂവുണ്ടായിരുന്നെന്നും നേരത്തെ നമ്മൾ ഇത് എത്രത്തോളം പൂത്ത് കിടന്നുവെന്നും ഒക്കെ നമ്മളെ ചാനലിൽ നമ്മളെ വീഡിയോ കണ്ട ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാവുന്നതാണ്. അതിൻ്റെ തൈകൾ ഇപ്പം വെട്ടിയുണ്ടാക്കുന്നത് 2 പ്ലാന്റ് വെട്ടിപ്പോയി നിറച്ച്. ഓക്കെ, അന്നേരം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മാവിൻ്റെ തൈകൾ നമുക്ക് രുചിച്ച് നല്ല നല്ല രുചിയുള്ള മാവിൻ്റെ തൈകൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് എവർക്കും അറിയാം. അതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചെറുതായിട്ട് ഓൺലൈൻ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ചെറിയ പാക്കറ്റിനകത്താക്കിയിട്ട് ഇലയിലൊക്കെ നല്ലപോലെ റാപ്പ് ചെയ്ത് നല്ലപോലെ പൊതിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ അയച്ചു തരാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കലപ്പാടി, അതേപോലെ തന്നെ കർപ്പൂരമാവ്, അതേപോലെ തന്നെ കുളമ്പി മാവ്, ഞങ്ങളുടെ നാട്ടിലെ മാങ്ങ, അതായത് ലോക്കൽ കുളമ്പി അല്ല, വലിയ കുളമ്പെന്ന് പറഞ്ഞ വെറൈറ്റി, അത്യാവശ്യം നമ്മളെ കൈപ്പത്തിയെക്കാട്ടിലും നീളം കൂടിയ മാങ്ങ വരുന്നതാണ് കുളമ്പി മാങ്ങ. അതിൻ്റെ തൈകൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത പ്ലാന്റുകൾ താണ്ടെ കണ്ടില്ലേ. ഇത് ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ഇതിനേക്കാട്ടിലും കുറേ കൂടെ മുറ്റിയിട്ടുണ്ട്. ഇതിനെല്ലാം എടുത്ത് പുറത്താക്കി വെയിലത്താക്കിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഉള്ളതിൽ നല്ല പ്ലാന്റ് നോക്കി നിങ്ങൾക്ക് അയച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിന് വണ്ടിയിൽ ആകുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫീ ആവും, പക്ഷേ നമുക്ക് അയച്ചു തരാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ഡബിൾ സീസൺ കുടംപുള്ളിയുടെയും തൈ ആയിട്ടുണ്ട് കേട്ടോ. 2 സീസണിൽ കായ്ക്കുന്ന കുള്ളം കുടംപുള്ളി നിങ്ങളെല്ലാവരും നമ്മളെ പഴയ ഒരു 1-2 കൊല്ലം മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ തൈകളെ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. കണ്ടില്ലേ, ഞങ്ങൾ പുറത്ത് പോയി എടുത്തുകൊണ്ട് വരുന്നതല്ല. അതാണ് നമ്മൾ കൊല്ലത്തുള്ള മേടേമുക്കിലുള്ള നേഴ്സറി, കൊല്ലം മേടേമുക്കിലുള്ള നമ്മൾ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, നേഴ്സറി ഉണ്ട്. അതിന് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനകത്തുനിന്ന് ഉള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് രാവിലെ ഒരു ചെടിക്കൊരു ഓർഡർ കിട്ടി. കണ്ണൂർക്ക് വരാനാണ് ഒരു സാധനം, ഒരു റെയർ ചെടി. അന്നേരം അത് നല്ലപോലെ ഒന്ന് പാക്ക് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ നമ്മളെ ബയ്യയും കൂടെ സെറ്റ് ചെയ്ത്, ബയ്യ അല്ലാട്ടാ ചാച്ചു. അന്നേരം ഞങ്ങൾ രണ്ടും കൂടെ ഇത് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. നമ്മളെ റെയറായിട്ടുള്ളൊരു മാവും പ്ലാവും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അന്നേരം ഇത് നമ്മൾ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി വരുമ്പോഴത്തേക്ക് ആ വണ്ടിക്കകത്ത് കയറ്റി വിടുമ്പോഴത്തേക്ക് അത് സേഫായിട്ട് വലുതായിട്ട് ഒടിയാതെ പിടിയാതെ നേരെ അങ്ങ് എവിടെ കാസർഗോഡോ കണ്ണൂരോ എവിടെയാണെന്ന് വെച്ചാൽ ആ സാധനം അവിടെ എത്തും. അന്നേരം പുതിയൊരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. കാര്യം സേഫായിട്ട് പ്ലാന്റ് ഇതേപോലെ തന്നെ ബൈ ഹാൻഡ് അവരെത്തുന്നതിന് മുമ്പ് വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടുന്ന് വഴി കളക്ട് ചെയ്യാൻ പറ്റും സാധനം. എങ്ങനെയുണ്ട്? നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയില്ലേ? അന്നേരം അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം സേഫായിട്ടൊക്കെ എത്തുമോ എന്നൊക്കെ ഒന്ന് അറിയാം. അതേപോലെ തന്നെ നിങ്ങൾ കൊല്ലത്തോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നീണ്ടകര ഹാർബറാണിത്. ശക്തികുളങ്ങര നീണ്ടകരയൊക്കെ ആയിട്ടുള്ള ഹാർബർ ഉള്ളതാണ്. അന്നേരം അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മീൻ, കൊല്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്നൊക്കെ അറിയണ്ടേ. അന്നേരം നല്ല മീൻ കിട്ടും. അതേപോലെ തന്നെ കൊഞ്ച് വലിയ തെരണ്ടിയൊക്കെ ഇട്ടേക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ നെമ്മീൻ ചാകര നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും. നെമ്മീൻ്റെ ചാകരയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, വലിയ മീനുമൊക്കെ നമ്മളെ പോർട്ടിലാണ്. ഇത്രത്തോളം ആളുകളാണ് നിൽക്കുന്നത് നോക്കിയാൽ. രാവിലെ 5 മണി 5:30 മണി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. രാവിലെ 5 മണി 5:30 മണി ആയപ്പോഴത്തേക്ക് കണ്ട ഒരു കാഴ്ചയാണ്. നിങ്ങളെല്ലാവരെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നല്ല പച്ച മീൻ, ഇവിടുത്തെ പ്രത്യേകത അറിയില്ല, നല്ല സൂപ്പർ, കൊല്ലത്ത് നല്ല അത്യാവശ്യം കിട്ടാനുള്ള ഏറ്റവും രുചിയുള്ള മീൻ കിട്ടുന്ന സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത്. അന്നേരം കണ്ടില്ലേ, ഇതേപോലെ നിറച്ച് മീനൊക്കെ നല്ല കണ്ടു കഴിഞ്ഞാൽ കിളി പറന്നു പോകും. ആ രീതിക്കുള്ള മീനാണ് ഇവിടുന്ന് കണ്ടത് രാവിലെ. അതേപോലെ തന്നെ കൊഞ്ച്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും അടുത്ത് കിടന്നാൽ ഞാൻ പോലും ഇവിടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമൊക്കെ ഞാൻ കണ്ടു. അത് മാത്രമല്ല ഇവിടെ കൊഞ്ചിൻ്റെ മല ഒരുക്കിയിട്ടേക്കുവാണ്. രാവിലെ പോയപ്പോഴത്തേക്ക് ഇവിടെയുള്ള മിക്കവാറുള്ള വലിയ വലിയ കമ്പനികളിലേക്ക് പോകാനും അതേപോലെ എല്ലുപൊടി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ബ്ലഡ് മീലൊക്കെ ഉണ്ടാക്കാനായിട്ട്, വളങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വരെ ഇവിടുന്ന് മീനുള്ള ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇത് വളമാക്കാൻ വേണ്ടിയിട്ട് വരെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, കടലിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കൊഞ്ചാണ്, ഈ കിടക്കുന്ന മൊത്തം കൊഞ്ചാണ്. നോക്കി മല പോലെ ഇട്ടേക്കുന്നത്, നല്ല ഇത്രത്തോളം ദൂരത്താണ് ഇത് കിടക്കുന്നത്. അതേപോലെ കണവ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ കണവ ഞാൻ കണ്ടിട്ടില്ല. ആ രീതിയിൽ ഞങ്ങൾ അടുത്ത് കിടക്കുന്നത് ഞങ്ങൾക്ക് പോലും ഇതുണ്ട്. അത് കണ്ടില്ലേ, രാവിലെ ഏതാണ്ട് 4 മണി 4:30 മണിക്കുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. കണ്ടില്ലേ, കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഐസിടാത്ത സൂപ്പർ കൊഞ്ച്, വലിയ തെരണ്ടി, വലിയ കൊമ്പൻ, എന്തൊക്കെ സാധനങ്ങളാണെന്നറിയാമോ. അന്നേരം കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ
അവിടെ വന്ന് ഒന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ നേരിട്ട് കണ്ടില്ലേ പിന്നെ എന്തോന്ന് ലോകവും ജീവിതവും അതൊക്കെ കയറി കാണാനായിട്ട് ശ്രമിക്കുക. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും നല്ല നല്ല വീഡിയോകൾ ഇതേപോലെയൊക്കെ നമുക്ക് ഇതിനകത്ത് വരാം. ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഇനിയും നമുക്ക് ഇടാനുണ്ട്. അന്നേരം ഈ വീഡിയോയുടെ നിങ്ങൾ എങ്ങനെയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ പ്രചോദനം നമുക്ക് ലൈക്കിലൂടെയാണ്. ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ മാക്സിമം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നതായിരിക്കും. അന്നേരം കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആശ്രമത്തെ എക്സിബിഷൻ തീർന്നിട്ടില്ല, വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. 9-ാം തീയതി വരണ്ട കേട്ടോ. താങ്ക് യു.